നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറാണ് ക്ലോസ് എൻകൗണ്ടർ ഈ ആഴ്ച. വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ. നമസ്കാരം. എന്തുകൊണ്ടാണ് ഇപ്പോൾ CPM താങ്കളെ ചാനൽ ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ താങ്കളുള്ള ചാനൽ ചർച്ചകളിൽ CPIM പ്രതിനിധികൾ ഉണ്ടാകില്ല എന്ന നിലപാടിൽ അവരെത്താനുള്ള പെട്ടെന്നുള്ള കാരണം എന്താണ്? സത്യം പറഞ്ഞാൽ അത് അവർക്ക് തന്നെ അറിയുള്ളൂ. ഞാൻ ഈ സമീപകാലത്തൊന്നും CPM പാർട്ടിയെയോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാരെയോ വളരെ രൂക്ഷമായിട്ടൊന്നും വിമർശിച്ചിട്ടില്ല എന്നാണ് എൻ്റെ തികഞ്ഞ ബോധ്യം. ഞാൻ പലപ്പോഴും പല നേതാക്കന്മാരെയും പല പാർട്ടികളെയൊക്കെ കുറച്ച് കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുന്ന ആളാണെന്ന് നികേഷിന് അറിയാമല്ലോ. 2004 മുതൽക്ക് ഈ ദൃശ്യമാധ്യമ രംഗത്ത് ഉണ്ട്. നികേഷ് തന്നെ നടത്തിയ ഒരു ചർച്ചയിലാണ് ഞാൻ ആദ്യമായിട്ട് പങ്കെടുത്തത്. ഇപ്പോഴും ഓർമ്മയുണ്ട്, 2004 ഓണക്കാലത്താണ്. ഓഗസ്റ്റ് അവസാനം അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യം ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അന്ന് മുതൽക്കൊണ്ട് ഞാൻ പല ചാനലുകളിലും പോകുന്നുണ്ട്. പ്രധാനമായിട്ടും ഇന്ത്യ വിഷൻ ചാനലിലായിരുന്നു സ്ഥിരമായിട്ട് എന്ന പോലെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഇന്ത്യ വിഷനിൽ വാരാന്ത്യം പരിപാടി അവതരിപ്പിച്ചു. അന്നൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഞാൻ വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പല പാർട്ടികളെയും ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ കുറിച്ചാണെങ്കിലും നരേന്ദ്രമോദിയെക്കുറിച്ചാണെങ്കിലും പിണറായി വിജയനെ കുറിച്ചാണെങ്കിലും ഒക്കെ എൻ്റേതായ രീതിയിൽ ഞാൻ വിമർശിക്കുകയും എതിർക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കതിലൊന്നും യാതൊരു കുറ്റബോധമോ പശ്ചാത്താപമോ തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ CPMലെ തമ്പുരാക്കന്മാർക്ക് എന്തെങ്കിലും കാരണത്താൽ എന്നോട് അതൃപ്തി ഉണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഈ ചോദ്യം സത്യത്തിൽ CPM ലീഡർഷിപ്പിനോടാണ് ചോദിക്കേണ്ടത്. എന്നെ എന്തുകൊണ്ട് ഒരു അനഭിമതനായിട്ട് അവർ കണക്കാക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം CPM ആണ് പറയേണ്ടത്, ഞാനല്ല. പിണറായി വിജയനെ എതിർക്കുമ്പോൾ അതിരൂക്ഷമായി വിമർശിക്കുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? ഇല്ല, ഞാൻ പൊതുവേ തന്നെ എല്ലാവരും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കാറുള്ളത്. ഉമ്മൻചാണ്ടിയെക്കുറിച്ചും ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയുള്ള പറഞ്ഞത്. ഞാൻ എതിർക്കുന്ന പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയല്ല, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ വ്യക്തിയല്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായ അഴിമതിയാണ് നമ്മൾ എതിർത്തത്. സോളാർ അടക്കമുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ മെത്രാങ്കായൽ പോലുള്ള കാര്യങ്ങളിൽ, അതുമല്ലെങ്കിൽ മാണി സാറിനെ കുറിച്ച് നമ്മുടെ ചാനലിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും, ഇപ്പോൾ ഈ റിപ്പോർട്ടർ ചാനലിൽ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും യൂട്യൂബിൽ വലിയ സംഭവമായിട്ട് നടക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, കോൺഗ്രസ്സുകാരും ജോസഫ് ഗ്രൂപ്പുകാരൊക്കെ മാണി ഗ്രൂപ്പിനെതിരായിട്ട് ഇതേ സാധനങ്ങൾ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ സൈബർ പോരാളികൾ, കോട്ടയം ജില്ലയിൽ പ്രത്യേകിച്ച്. ഈ KM മാണിയെക്കുറിച്ച് ഞാൻ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ, ജോസ് കെ മാണിയെ പറ്റി പറഞ്ഞു, ജോസ് കെ മാണിയുടെ ആക്രാന്ത രാഷ്ട്രീയത്തെക്കുറിച്ച് നടത്തിയ പ്രതികരണങ്ങളൊക്കെ ഇപ്പോഴും അത് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഉപയോഗിക്കുന്നത് എൻ്റെ കുറ്റമല്ല, ഉപയോഗിക്കാതിരിക്കുന്നത് എൻ്റെ കുറ്റമല്ല. ഞാനങ്ങനെ പറഞ്ഞത് ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞതാണ്. ഇപ്പോൾ ജോസ് കെ മാണിയോട് എനിക്ക് യാതൊരു വിരോധമോ വൈരാഗ്യം ഉണ്ടായിട്ടോ PJ ജോസഫിനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും സ്നേഹം ഉണ്ടായിട്ടുമല്ല. നമ്മുടെ ഒരു രീതി അതാണ്, അത്ര തന്നെ ഉള്ളൂ. പക്ഷേ ഒരു CPI അംഗമായി തുടരും, അതിൻ്റെ അഭിഭാഷക യൂണിയൻ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കവേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇപ്പോൾ താങ്കളെ മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുന്നത് പോലും അങ്ങനെ ഒരു ആംഗിൾ കൂടി കണ്ടിട്ടായിരിക്കുമല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള ഒരു വിമർശകൻ എന്നുള്ളതിൽ എങ്ങനെയാണ് അത് CPI അംഗമായി നിന്നുകൊണ്ടാണ്? അല്ല, ഞാൻ 1986 മുതൽക്ക് CPI അംഗമാണ്. CPIയെ കുറിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ പഠിച്ച് അതിൽ ചേർന്ന ആളാണ്. തികഞ്ഞ ബോധ്യത്തോടെ ചേർന്ന ആളാണ്. ഇന്ന ദിവസം വരെ എനിക്ക് ആ പാർട്ടിയിൽ പ്രവർത്തിച്ചതുകൊണ്ട് ഇതിൽ ചേർന്നത് തെറ്റായി പോയെന്നോ അല്ലെങ്കിൽ ഞാൻ ഇതിൽ ചേരാൻ പാടില്ലായിരുന്നു എന്നോ തോന്നിയിട്ടില്ല. ഇപ്പോഴും ഞാൻ ആ ഒരു ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ പാർട്ടിയിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് മെമ്പർഷിപ്പ് എപ്പോഴെങ്കിലും ഉപേക്ഷിക്കാം. ഇനിയിപ്പോൾ മെമ്പർഷിപ്പിൽ നിന്ന് പോയാലും എന്നെ 51 വെട്ടുവെട്ടി കൊല്ലുന്ന ഒരു പാർട്ടിയല്ല CPI. ഈ രാജ്യത്ത് ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ചില മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. പാർട്ടി അത്ര വലിയ പാർട്ടിയൊന്നുമില്ല. അഖിലേന്ത്യാ തലത്തിൽ ഇപ്പം അതിന് അത്ര വലിയ പ്രസക്തി ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ നിലയ്ക്ക് ഒരു നന്മയുടെ അല്ലെങ്കിൽ കുറച്ചൊക്കെ ജനാഭിമുഖ്യമുള്ള നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടി എന്ന് തോന്നിയതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള രാഷ്ട്രീയ പാർട്ടികളിൽ കൊള്ളാവുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോഴും അതിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ആ പാർട്ടിയുടെ നേതാക്കന്മാർ ആരും തന്നെ താനിങ്ങനെ ചർച്ചയ്ക്ക് പോരുന്നു, ഇന്ന രീതിയിൽ പറയാവൂ, ഇന്ന രീതിയിൽ പറയണം എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഗൗരിയമ്മയുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ ഭൂപരിഷ്കരണ നിയമമുണ്ടല്ലോ, 1957 നിയമത്തിൻ്റെ പിതൃത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ മാതൃത്വത്തെക്കുറിച്ച് ഒരു തർക്കം പണ്ടുണ്ടായപ്പോൾ വെളിയം ഭാർഗവൻ, അന്ന് പാർട്ടി സെക്രട്ടറിയാണ്, അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങൾ നമ്മുടെ ഗൗരിയമ്മയെ വല്ലാതെ പ്രകോപിതയാക്കി. അവർ വെളിയത്തെക്കുറിച്ച് വളരെ രൂക്ഷമായ പരാമർശങ്ങൾ നടത്തി. അന്ന് ഏഷ്യാനെറ്റിൽ ചർച്ചയ്ക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞു, അത് വെളിയം ഒരുപക്ഷെ ഓർമ്മക്കുറവുകൊണ്ട് പറഞ്ഞായിരിക്കും, അതിൽ യഥാർത്ഥത്തിൽ ഗൗരിയമ്മ വഹിച്ച പങ്ക് ഇന്നതാണ്, ഗൗരിയമ്മയ്ക്കുള്ളത്ര പ്രാധാന്യം വേറൊരു നേതാവിനും ഇല്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ടും വെളിയം ഭാർഗവൻ എന്നോട് പ്രത്യേകിച്ച് ഒരു വിരോധം തോന്നിയില്ല. ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞു. അപ്പോൾ വെളിയം ഭാർഗവനെ കുറിച്ചാണെങ്കിലും നമുക്ക് സത്യം പറയുന്നതിന് തടസ്സമൊന്നുമില്ല. CPIയിലാണ് നിൽക്കുന്നതെന്ന് വെച്ചാലും. അപ്പോൾ ആ ഒരു നിലപാട്, അത്ര ഒരു ജനാധിപത്യ ഒരു സ്വാതന്ത്ര്യം അതിൻ്റെ അകത്ത് കിട്ടുന്നതുകൊണ്ടാണ് ഞാനിപ്പോഴും അതിൽ തുടരുന്നത്. പക്ഷേ പിണറായിയോടൊരു പ്രത്യേക വിരോധം മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയും ഉണ്ട്.
പിണറായിയോടൊരു വിരോധം എന്നുള്ള രീതിയിലല്ല. ഈ പാർട്ടിക്കകത്ത് വിഭാഗീയത ഉണ്ടായിരുന്നു. CPM-ൽ വിഭാഗീയത വലിയൊരു സംഭവമായിരുന്നു. നമ്മൾ ഇന്ത്യ വിഷൻ കാലഘട്ടത്തിൽ ഇന്ത്യ വിഷനിൽ നികേഷ് ഇന്ത്യ വിഷനിലുള്ള സമയത്ത് തന്നെ ഈ 2005 ഫെബ്രുവരിയിലെ മലപ്പുറം ജില്ലാ സമ്മേളനം, മലപ്പുറം സംസ്ഥാന സമ്മേളനം, മലപ്പുറം സമ്മേളനം വലിയ വിഭാഗീയത ആളിക്കത്തിയ ഒരു ആ സമയം മുതൽക്കാണ് ഞാൻ സത്യം പറഞ്ഞാൽ VS-ന്റെ ഒരു അനുഭവം VS-ന്റെ കൂടെ നിൽക്കുന്ന ആളായിട്ട് മാറി. അന്ന് മുതൽക്ക് VS-ന്റെ CPM-ൽ അല്ലെങ്കിൽ പോലും VS-ന്റെ അല്ല, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. CPM-ൽ അല്ലെങ്കിൽ പോലും VS-നോട് വലിയ ആരാധന അല്ലെങ്കിൽ വലിയ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ ഒരുപാട്. ആ കൂട്ടത്തിൽ ഒരാളായിട്ട് ഞാൻ മാറിയത് ഈ മലപ്പുറം സമ്മേളനത്തിലാണ്. അതിന് മുമ്പുള്ള എൻ്റെ ഇതുകളൊക്കെ നോക്കിയാൽ ഇന്ത്യ വിഷൻ്റെ പഴയ ക്ലിപ്പിങ്സ് എടുത്ത് നോക്കിയാൽ ഞാൻ പിണറായി വിജയനും VS അച്യുതാനന്ദനും ഒരു മധ്യമാർഗത്തിലാണ് നിന്നത്. രണ്ട് ഭാഗത്തും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം VS-ന്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കുകയും VS-ന് സീറ്റ് നിഷേധിച്ചപ്പോഴൊക്കെ വളരെ രൂക്ഷമായിട്ട് പ്രതികരിക്കുകയും പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്തൊക്കെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും വീണ്ടും അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചപ്പോൾ വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഒരു നിലപാടെടുക്കുകയും വീണ്ടും അദ്ദേഹം മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയൊക്കെ ചെയ്ത ആളാണ്. ഒരു VS-ന്റെ ഒരു പ്രഖ്യാപിത VS പക്ഷപാതി എന്നുള്ള ഒരു നിലപാട് എനിക്ക് ഏത് കാലത്തും ഉണ്ടായിരുന്നു. അതിനെ പറയാനായിട്ട് എനിക്കൊരു മടിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു പരമനിഷ്പക്ഷനായ നിരീക്ഷകനൊന്നുമല്ല. അപ്പോൾ VS-നോട് വ്യക്തിപരമായിട്ട് വലിയ സ്നേഹവും ആരാധനയും ഉള്ള ആളാണ്. VS വയ്യാതിരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടിരുന്നു. അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ട അപൂർവം വ്യക്തികളുള്ള ഒരാളായിരിക്കും ഈ സമീപകാലം. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനമാണ്, ആദരവാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും VS-നോടുള്ള ആരാധന എന്ന് വെച്ചാൽ VS എന്നുള്ള വ്യക്തിയല്ല, VS പ്രതികരിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. എൻ്റെ അച്ഛനും കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ കണ്ടു പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരൻ ഏത് രീതിയിലായിരിക്കണം. എൻ്റെ രാഷ്ട്രീയ ഗുരുനാഥൻ CK ചന്ദ്രപ്പനാണെങ്കിൽ പോലും VS-നോട് എനിക്ക് വലിയ ആരാധന എന്ന് തന്നെ പറയാം. ആരാധന എന്നുള്ള വാക്ക് പറയുന്നത് ഇത്ര തെറ്റൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. VS-ന്റെ ഉറച്ച VS പക്ഷപാതിയായിരുന്നു. അതിന് VS-ന്റെ നിലപാടിനോടുള്ള താല്പര്യമാണ്, VS എന്നുള്ള വ്യക്തിയോടല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനോടുള്ള ഒരു വലിയ വ്യതിയാനമാണ് പിണറായി വിജയൻ. അതിനൊരു ആൻറ്റിതീസിസ് എന്ന് പറയാം. അങ്ങനെ ഒരു നേതാവിനോട് സ്വാഭാവികമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു മതിപ്പോ മമതയോ താല്പര്യമോ ബഹുമാനമോ ഒന്നും തോന്നുകയില്ല. അപ്പൊ അദ്ദേഹം CPI എന്ന പാർട്ടിയിൽ നിന്നുകൊണ്ട് താങ്കൾ CPIM-ലെ വിഭാഗീയതയിൽ ഇടപെട്ടു എന്നാണോ പറയേണ്ടത്? ഇടപെട്ടു എന്ന് പറയാൻ പറ്റില്ല. ഒരു പൊതുസമൂഹത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഒരു ശരിയുടെ പക്ഷത്ത് നിൽക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിപ്പോൾ കോൺഗ്രസിലെ വിഭാഗീയതയാണെങ്കിലും ഞാൻ ഇടപെടും. കോൺഗ്രസിൽ ഇപ്പോൾ VM സുധീരൻ ഉമ്മൻചാണ്ടിയും തമ്മിലൊരു തർക്കം ഉണ്ടാവും. ബാറിൻ്റെ പ്രശ്നത്തിലാവട്ടെ, വേറെ ഏതെങ്കിലും വിഷയത്തിലാവട്ടെ, ഒരു തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ സുധീറിൻ്റെ ഭാഗത്ത് നിൽക്കുക. കാരണം സുധീറിൻ്റെ നിലപാടുകളാണ് എനിക്ക് കൂടുതൽ സ്വീകാര്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ഉമ്മൻചാണ്ടിയോടോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോടോ മുല്ലപ്പള്ളി രാമേന്ദ്രനോടോ എന്തെങ്കിലും എതിർപ്പോ വിരോധമോ ഉണ്ടായിട്ടില്ല. ഒരാളോടുള്ള ഇഷ്ടം മറ്റൊരാളോട് വിരോധമായി മാറുന്നുണ്ട്. വിരോധമായി മാറുന്നില്ല. ഞാൻ പറഞ്ഞത് നിലപാടുകളിലുള്ള താല്പര്യമാണ്. ഉമ്മൻചാണ്ടിയോടുള്ള വ്യക്തിപരമായ വിരോധമല്ല. നിലപാട് VM സുധീരൻ എടുക്കുന്ന നിലപാടാണ് ശരി എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നു. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി എടുക്കുന്ന നിലപാടാണ് ശരി എന്ന് തോന്നി ഞാൻ ആ ഭാഗത്ത് നിൽക്കുക. സംശയമുണ്ട്. ഞാൻ അങ്ങനെ ഒരു വൈരാഗ്യമോ വിരോധമോ ഒന്നും വെച്ച് പുലർത്തിയിട്ടില്ല. വിമർശിക്കേണ്ട സമയത്ത് കഠിനമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അതിൽ ആ ഒരു സംശയം. അകാരണമായി വിമർശിച്ചിട്ടില്ല. കാര്യമുള്ള കാര്യത്തിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ നടത്തിയ ഒരു വിമർശനം തെറ്റാണെന്ന് എനിക്ക് ഇതുവരെ തോന്നി. ഇപ്പോൾ പിണറായി വിജയനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് 10-18 വർഷം പാർട്ടി നടത്തി എന്നുള്ളതാണ്. പാർട്ടിയെ ഒരുപക്ഷെ VS അച്യുതാനന്ദൻ്റെ ഒക്കെ ആ കലാപ കാലഘട്ടത്തിൽ പോലും പാർട്ടിയെ അച്ചടക്കത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോയി ഒരു പാർട്ടി എന്ന് പറയുന്നൊരു സെറ്റപ്പിൽ നിലനിർത്തി എന്നുള്ളതിൻ്റെ ഒരു ക്രെഡിറ്റ് പലരും പിണറായി വിജയനാണ് കൊടുക്കുന്നത്. അല്ല, അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്തുതിഗായകർ, യക്ഷകിന്നര ഗന്ധർവന്മാർ അങ്ങനെ പല അവകാശവാദങ്ങളും ഉന്നയിക്കുന്നുണ്ട്. തലശ്ശേരി കലാപം ഒറ്റയ്ക്ക് അടിച്ചമർത്തിയ ആളാണ് VS അച്യുതാനന്ദൻ. അല്ല, നമ്മുടെ പിണറായി വിജയൻ എന്നൊക്കെ പറയുന്ന ഭക്തന്മാരുണ്ട്. മനസ്സിലായില്ലേ? ഓഖിയെ തടഞ്ഞു നിർത്തിയ, കൊറോണയെ അടിച്ചോടിച്ച, നിപ്പയെ ചവിട്ടിത്തെറിപ്പിച്ച എന്നൊക്കെ പറയുന്നവരുണ്ട്. അതിപ്പം പറയുന്നവർക്ക് എന്തുകൂടി പറയാമല്ലോ. എന്തായാലും താങ്കൾ പിണറായി വിജയൻ്റെ ഒരു ആരാധകനുമല്ല. ഒരിക്കലും ആകാൻ പറ്റുകയുമില്ല. അതെങ്ങനെ സാധിക്കും? ഒരു അനുഭവവും അദ്ദേഹത്തോട് യാതൊരു അനുഭവവും ഇതുവരെ തോന്നി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്നത് അദ്ദേഹമാണ്. താങ്കൾ CPIയുടെ പാർട്ടി അംഗമാണ്. അതിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്ന അദ്ദേഹമാണെന്ന് വെച്ച് ഞാൻ അദ്ദേഹത്തിന്റെ ആരാധകനായിരിക്കണം ഇന്ത്യൻ ഭരണഘടനയിലും ഇല്ല, CPIയുടെ ഭരണഘടനയിലും ഇല്ല. താങ്കൾ യഥാർത്ഥത്തിൽ CPI ഒന്നും അല്ല, സംഘപരിവാറുകാരനാണെന്ന് പറയുന്ന ഓൺലൈനിൽ അങ്ങനെ കാണാറുണ്ട് അല്ലേ, സാമൂഹ്യ മാധ്യമങ്ങളിൽ. ഞാൻ സംഘപരിവാറുകാരനാണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. പറയുന്ന എല്ലാ CPM-കാരാണെന്നുള്ളതാണ് തമാശ. സംഘപരിവാറുകാരങ്ങനെ അവകാശപ്പെടുകയില്ല. എന്നെ അതിൽ ഒരു വ്യക്തത വരുത്തുന്നുണ്ട്. ഞാൻ ഈ മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും
പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. ഈ വലിയ പ്രചരണ പരിപാടികളിലല്ല, അവർ നടത്തുന്ന പൊതുപരിപാടികളുണ്ട്. ഇപ്പോൾ കെ കരുണാകരൻ്റെ അനുസ്മരണം ആലുവ ടൗൺ ഹാളിൽ വെച്ച് ഗ്രൂപ്പുകാർ സംഘടിപ്പിക്കുകയാണ്. അവരെന്നെ വിളിക്കും, ഞാൻ പങ്കെടുക്കും. അതുപോലെ പുലയ മഹാസഭ അല്ലെങ്കിൽ SNDP യോഗം, SNDPയുടെ നേതൃത്വ സമ്മേളനം കന്യാകുമാരിയിൽ വെച്ച് നടക്കും. വെള്ളാപ്പള്ളി നടേശൻ വിളിക്കും, വക്കീലൊന്ന് ഇവിടെ വരണം, സംസാരിക്കണം. ഞാൻ കന്യാകുമാരിയിൽ പോകുന്നു. കന്യാകുമാരിയിൽ പോകാനുള്ള താല്പര്യം കൊണ്ട് പോയതാട്ടോ. ഒരുപാട് കൊല്ലമായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കായിരുന്നു, പറ്റിയിരുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്ഷണം വന്നപ്പോൾ പോയി കളയാൻ വിചാരിച്ചു. പോയി അവിടെ പോയി ഗംഭീരമായിട്ട് സംസാരിച്ചു. അദ്ദേഹം വലിയ ഒരു പണക്കിഴിയും തന്നു. ഈ പ്രസംഗത്തിന് ഇത്ര വില ഉണ്ടെന്ന് എനിക്ക് അവിടെ മനസ്സിലായി. വാക്കിന് വില കൽപ്പിക്കുന്ന ആളാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന് എനിക്ക് അന്ന് ബോധ്യം വന്നു. അതുപോലെ പുലയ മഹാസഭയുടെ മീറ്റിംഗ് ബാബു ഗ്രൂപ്പിൻ്റെ തൊടുപുഴ വെച്ച് നടക്കുന്നു. അതുപോലെ പുന്നല ശ്രീകുമാറിൻ്റെ എറണാകുളത്ത് വെച്ച് നടക്കുന്നു. രണ്ടുപേരും വിളിക്കുന്നു, രണ്ട് സ്ഥലത്ത് ഞാൻ പോകുന്നു. മുസ്ലിം ലീഗിൻ്റെ പരിപാടികൾക്ക് പോയിട്ടുണ്ട്. ഞാൻ പരമാവധി പോകാത്തത് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പരിപാടിക്കാണ്. അത് തീവ്ര വിധ്വംസക ശക്തികളായത് അതിന് പോകാത്തത്. ജമാഅത്തെ ഇസ്ലാമി മുതൽക്ക് എല്ലാത്തിനും പോകാറുണ്ട്. മുജാഹിദ്, സുന്നി. AP ഉസ്താദിൻ്റെ പരിപാടിക്ക് ഞാൻ എന്താണ് അദ്ദേഹത്തിൻ്റെ ഹെഡ് ഓഫീസിലുള്ള കാരന്തൂർ മാർക്കസിൽ പോയി പ്രസംഗിക്കും. ഏറ്റവും കുറവ് പോയിട്ടുള്ള ഒന്ന് RSSൻ്റെ അല്ലെങ്കിൽ BJP സംഘപരിവാർ പരിപാടികൾക്കാണ്. പക്ഷേ താങ്കൾ K സുരേന്ദ്രന് മറ്റേ ചരട് കെട്ടിക്കൊടുക്കുന്നു, K സുരേന്ദ്രൻ താങ്കൾക്ക് ചരട് കെട്ടിക്കൊടുക്കുന്നു. താങ്കളുടെ വേഷം മുണ്ടും ഷർട്ടും, K സുരേന്ദ്രൻ്റെ അത് RSS വേഷം. ഇതാണ് പലപ്പോഴും ചിത്രങ്ങളായി വരാറുള്ളത്, താങ്കളുടെ ഒരു സംഘപരിവാർ ബന്ധം ആരോപിച്ചുകൊണ്ടുള്ള. അതെ, അങ്ങനെ പറയുകയാണെങ്കിൽ അതിനേക്കാൾ എളുപ്പത്തിൽ എൻ്റെ മുസ്ലിം ലീഗ് ബന്ധം നിങ്ങൾക്ക് തെളിയിക്കാം. ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബും കൂടി നിൽക്കുന്ന ചിത്രങ്ങളുണ്ട്. ഹൈദരാലി തങ്ങളും ഞാനും കൂടി ഒരുമിച്ച് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന വേറെ കുറച്ച് ലീഗുകാരുണ്ട്. അവരൊക്കെ ബിരിയാണിയാണ് കഴിക്കുന്നത്, ഞാനും തങ്ങളും മാത്രമേ ചോറാണ്. പടം സൂക്ഷിച്ചു നോക്കാൻ മനസ്സിലാവും. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, സുരേന്ദ്രൻ്റെ രാഖി കെട്ടിയ വിഷയത്തിലേക്ക് വരാം. ഈ സോളാർ വിവാദം ഇങ്ങനെ ആളിക്കത്തി നിൽക്കുന്ന സമയത്ത് ഈ ഉമ്മൻചാണ്ടി സർക്കാരിനെ ഏറ്റവും ക്രൂരമായിട്ട് വിമർശിച്ചിരുന്ന ഒരാളാണ് സുരേന്ദ്രൻ. ഓർക്കുന്നുണ്ടല്ലോ, നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ അല്ലെങ്കിൽ ഇന്ത്യ വിഷൻ മറ്റെല്ലാ ചാനലിലും. ഒരു ഭാഗത്ത് പുള്ളി, ഒരു ഭാഗത്ത് ഞാനും ഇങ്ങനെ അതികഠിനമായിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. CPM-കാർ അത്ര തന്നെ രൂക്ഷമായിട്ട് രംഗത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വിമർശനം നടക്കുന്ന സമയത്ത് ഇദ്ദേഹം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഈ രക്ഷാബന്ധൻ നടത്താൻ വേണ്ടി വരികയാണ്. അതിൻ്റെ മുഖ്യ പ്രഭാഷകനോ ഉദ്ഘാടകനോ മറ്റുമായിട്ട്. അപ്പോൾ സുരേന്ദ്രൻ ജി വരുന്നുണ്ട് എന്ന് അവിടെയുള്ള നമ്മുടെ ഭാഗത്തുള്ള ആളുകൾ വന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തെ ഒന്ന് കണ്ടുകളയാം. ഞാൻ ഇദ്ദേഹത്തെ നേരത്തെ കണ്ടല്ലേ, TV-യിൽ മാത്രമേ കണ്ടുള്ളൂ. പുള്ളി ഒരു എൻഡിലും നമ്മൾ മറ്റേ എൻഡിലും വരും. ഒന്ന് കണ്ടുകളയാം എന്ന് വിചാരിച്ചപ്പോൾ സുരേന്ദ്രൻ വരുന്നുണ്ടെങ്കിൽ ഞാനും വരാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് ബഹുമാനപ്പെട്ട സുരേന്ദ്രൻ ജി എന്നെ സ്റ്റേജിൽ കയറ്റിയിരുത്തി. ഞാൻ വെറുതെ സ്റ്റേജിൽ അമ്പലത്തിലെ, നമ്മുടെ അമ്പലത്തിലാണ്, നമ്മുടെ തട്ടകത്തെ അമ്പലത്തിൽ, ആ സ്റ്റേജിൽ ഇദ്ദേഹവും ഞാനും ഇരിക്കും. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് സത്യം പറഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോയി എന്നുള്ളത്. എന്തൊക്കെയോ പുള്ളി പ്രസംഗിക്കുകയാണ്. നമ്മൾ ചാനലിൽ കാണുന്ന സുരേന്ദ്രനെ അല്ല. സുരേന്ദ്രൻ്റെ ഇത്രയും ബോറായ പ്രസംഗം ഞാൻ അതിന് മുമ്പ് കേട്ടിട്ടില്ല, അതിന് ശേഷവും കേട്ടിട്ടില്ല. പുള്ളി എന്തൊക്കെയോ പറയുകയാണ്. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് ഒരു നിവൃത്തിയുമില്ല. ഞാൻ ഇങ്ങനെ കണ്ണടച്ച് പിടിച്ച് പല്ലടിച്ച് വെള്ളം കുടിച്ച് ഒക്കെ ഇരിക്കണം. പക്ഷെ പ്രസംഗം കഴിഞ്ഞപ്പോൾ പുള്ളി കയ്യുമ്പിൽ ഈ ചരട് കെട്ടി തന്നു. ഒരു ചരട് ഞാൻ അദ്ദേഹത്തിന് കെട്ടിക്കൊടുത്തു. ഇതാണ് സത്യത്തിലുണ്ടായത്. അങ്ങനെ ചരട് കെട്ടിക്കൊടുക്കുന്ന RSS വേഷത്തിലുള്ള സുരേന്ദ്രന് ചരട് കെട്ടിക്കൊടുക്കുന്നതിലൊന്നും ഒരു വിഷമം തോന്നിയില്ല. അതിനെന്താ വിഷമമുള്ളേ? അദ്ദേഹം ഒരു മുണ്ട് ഷർട്ട് കൊടുത്തെങ്കിൽ നന്നായിരുന്നു എനിക്ക് തോന്നി. കാരണം അദ്ദേഹം ഈ കളസം ഇട്ട് കിട്ടുമ്പോൾ എനിക്കൊരു പ്രയാസം തോന്നി. അത് കളസം ആയതുകൊണ്ടാണ്, ആ വേഷം ആയതുകൊണ്ടല്ല. ഇത്രയും തണ്ടും തടിയൊക്കെ ഉള്ള സുരേന്ദ്രൻ ഇങ്ങനെ ചെറിയൊരു ഈ കുട്ടി വേഷം ഇട്ട് കണ്ടപ്പോൾ എനിക്ക് അതിൽ മനസ്സോടൊരു പ്രയാസം തോന്നി. ഒരു അവസ്ഥ ഒഴിവാക്കാൻ സാധാരണഗതിയിൽ ശ്രമിക്കാറില്ലേ? അതിലിപ്പോൾ എന്തല്ലേ, അതിലൊന്നും ഇത്ര വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഇപ്പോൾ നമ്മൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കൂടെ ഒരു സ്റ്റേജിൽ ഇരിക്കും, അല്ലെങ്കിൽ ഹൈദരാലി തങ്ങളുടെ കൂടെ ഇരിക്കും, അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ്റെ കൂടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കും. അതുകൊണ്ടൊന്നും നമ്മുടെ മതേതരത്വമോ ജനാധിപത്യമോ ഒന്നും തകർന്നു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബാലകൃഷ്ണപിള്ളയുടെ ആത്മകഥയ്ക്ക് ഞാനാണ് അവതാരിക എഴുതുന്നതെന്ന് അറിയാമോ? അങ്ങനെയാണ്. ബാലകൃഷ്ണപിള്ളയോട് നമ്മൾ ഏത് നിലപാടാണ് ഏത് കാലത്തും അനുവർത്തിച്ചിട്ടുള്ളതെന്ന് അറിയാമോ? ഒരു സംശയമില്ലല്ലോ. അത്ര തന്നെ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ KM മാണിയുടെ ആത്മകഥ നാളെ കൊണ്ടുവന്നിട്ട് അവർ അവതാരിക എഴുതി കൊടുക്കുന്നു, ഞാൻ വായിച്ചു നോക്കി കൊള്ളാമെങ്കിൽ എഴുതി കൊടുക്കും. അത്ര തന്നെ ഉള്ളൂ. KM മാണിയെ അനുകൂലിക്കുന്നത് അതിൻ്റെ അർത്ഥമില്ല. KM മാണിയുടെ അഴിമതിയെ നമ്മൾ ഏത് കാലത്തും തുറന്ന് എതിർത്തിട്ടുള്ള ആൾ തന്നെയാണ്. ശൂരനാട് രാജശേഖരൻ ഒരു വലിയ പുസ്തകം, അദ്ദേഹത്തിന് അത് വായിച്ചപ്പോൾ പുള്ളിക്ക് തോന്നി ഇതിന് അഡ്വക്കേറ്റ് ജയശങ്കർ അവതാരിക തരക്കേട്ടില്ല. പുള്ളി അതിന് കോപ്പി അയച്ചു കൊടുത്തു. വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തരക്കേട്ടില്ലെന്ന് തോന്നി. ഞാൻ അപ്പം തന്നെ ഒരു അവതാരികയാൽ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ഈ ഒരു പ്രായം കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് 45-50 ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് സംഘപരിവാർ ലൈൻ ആളുകൾ എടുക്കുന്നു എന്നുള്ളൊരു
ഒരു പൊതുപ്രതിനിധിയാണ്. അവരെ കേശവ മാമൻ എന്ന ഒരു പൊതു പേരിട്ട് വിളിക്കും. താങ്കൾ ആ കൂട്ടത്തിൽ പെട്ടിട്ടില്ല. പക്ഷെ സത്യത്തിൽ നമ്മൾ നികേഷ് പറഞ്ഞ പോലെ അല്ല അതിൻ്റെ കാര്യം. ഈ സംഘപരിവാറിനെ പൊതുവേദികളിൽ ഗംഭീരമായി വിമർശിക്കുന്ന ആളുകൾ, ഞാൻ സത്യം പറയുന്ന ആളാണ്, നികേഷിനറിയാം, പരമസത്യം പറയുന്നത്. സംഘപരിവാറിനെ അതിക്രൂരമായി വിമർശിക്കുന്ന ആളുകൾ പൊതുവേദിയിൽ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് നേർ വിപരീതമായ അഭിപ്രായമാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ കോൺഗ്രസ്സുകാരും ഉണ്ട്, കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ട്, മറ്റു പാർട്ടിക്കാർ ധാരാളം പേരുണ്ട്. എന്ന് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നികേഷിന് ഇപ്പോൾ പറയാം. ഇത് ഈ ചർച്ചയുടെ ഭാഗമാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ വളരെ ഭയങ്കരമായ മുസ്ലിം വിരോധം പടർന്നു പിടിക്കുന്നുണ്ട്. സംഘപരിവാർ ബന്ധമെന്നുള്ളതല്ല പറയുന്നത്. ഒരു വലിയ വിഭാഗം ആളുകളുടെ ഇടയിൽ മുസ്ലിം വിരുദ്ധ വികാരം ശക്തിപ്പെടുന്നുണ്ട്. അത് ഹിന്ദുക്കളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികളുടെ ഇടയിലാണ്, പ്രത്യേകിച്ച് സവർണ ക്രിസ്ത്യാനികളുടെ ഇടയിലാണ്. ഇത് ഞാൻ പറയുന്നത് നാട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനോ സ്പർദ്ധ ഉണ്ടാക്കാനോ അല്ല, എൻ്റെ ഉദ്ദേശമേ അതല്ല. അത് വളരെ ആപൽക്കരമായൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകും. ഇതിന്റെ കുറ്റം മുസ്ലിങ്ങൾക്കാണ് എന്ന ഒരു ധ്വനി താങ്കളുടെ വാക്കുകൾ ഞാൻ പറയുന്നതിൽ അങ്ങനെയുള്ളൊരു ധ്വനി വായിച്ചെടുക്കേണ്ടതില്ല. അതിന് പല കാരണങ്ങളുണ്ട്. സാമൂഹ്യമായ കാരണങ്ങളുണ്ട്, സാമുദായികമായ കാരണങ്ങളുണ്ട്, രാഷ്ട്രീയമായ കാരണങ്ങൾ വരെയുണ്ട്. പക്ഷെ ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ പൊതുവെ ഒരു അപകർഷത എന്നല്ല പറയണ്ടത്, ഒരു അരക്ഷിത ബോധമുണ്ട്. അരക്ഷിത ബോധം ശക്തിപ്പെട്ടിരിക്കുക, എസ്പെഷ്യലി കെ എം മാണിയുടെ മരണത്തിന് ശേഷം. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് ഒരു സുരക്ഷിതത്വ ബോധമുണ്ടായിരുന്നു. അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് പോയപ്പോൾ അത് വലിയ ഒരു വോയിഡ്, ശൂന്യത ഉണ്ടായി. പിന്നെ മുസ്ലിങ്ങൾക്ക് കണ്ടമാന ആനുകൂല്യങ്ങൾ കിട്ടുന്നു എന്ന ഒരു തോന്നൽ, മനസ്സിലായില്ലേ? കിട്ടുന്നുണ്ടോ ഇല്ലോ എന്നുള്ളതല്ല, ഈ തോന്നലുകളാണ് എപ്പോഴും രാഷ്ട്രീയത്തിൽ നിയന്ത്രിക്കുന്നത്. അങ്ങനെ ഒരു തോന്നൽ അത് വളരെ പ്രബലമായിട്ടുണ്ട്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ 2 മന്ത്രിമാരുണ്ട്. 2 പേരും ഈ ലത്തീൻ വിഭാഗക്കാരാണ്. സിറിയൻ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു സമുദായമാണ്. അതിൽ പല അവാന്തര വിഭാഗങ്ങളുണ്ട്. സിറിയൻ ക്രിസ്ത്യാനികളുടെ ഒരു പ്രതിനിധിയില്ലാത്തൊരു മന്ത്രിസഭ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ സുറിയാനി ക്രിസ്ത്യാനികൾ സമരം ചെയ്ത് പുറത്താക്കി EMSന്റെ സർക്കാരിൽ 3 പേരുണ്ടായിരുന്നു. TV തോമസ് ഉണ്ടായിരുന്നു, KC ജോർജ് ഉണ്ടെന്നും മുണ്ടശ്ശേരി ഉണ്ടായിരുന്നു. ഈ സർക്കാരിൽ ഇല്ല. ഇതൊക്കെ വലിയ കാര്യങ്ങളാണെന്ന് ചോദിച്ചാൽ ഒന്നും വലിയ കാര്യമല്ല. പക്ഷെ ഇതെല്ലാം കൂടി ചേരുമ്പോൾ വലിയ കാര്യമാണ്. ഇപ്പോൾ ഹാഗിയ സോഫിയ നമ്മളാരും ബാധിക്കുന്ന കാര്യമല്ല, അങ്ങ് തുർക്കിയിൽ നടക്കുന്ന കാര്യമാണ്. അത് വീണ്ടും ഒരു മുസ്ലിം പള്ളിയായിട്ട് പരിവർത്തനം ചെയ്തു. ഇവിടുത്തെ ക്രൈസ്തവരുടെ ഇടയിൽ അതുണ്ടാക്കിയ ഒരു വികാരം കാര്യം എനിക്കൊന്ന് നികേഷനോ തോന്നുന്ന പോലെയല്ല, അവരിൽ വലിയ മുറിവേൽപ്പിച്ച സംഭവമാണ്. അതിനെ കൂടാതെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ചന്ദ്രിക പത്രത്തിൽ പാണക്കാട്ട് ഒരു തങ്ങൾ, ഹൈദരാലി തങ്ങളല്ല, മറ്റൊരു തങ്ങൾ ലേഖനം എഴുതി. അവരത് ഏത് രീതിയിലാണ് കാണുന്നത്? ഇവിടുത്തെ മുസ്ലിം ലീഗുകാർ പോലും ഈ അനീതിയെ പിന്തുണക്കുന്നു എന്ന തോന്നൽ. ഇതിന് തത്തുല്യമായിട്ട് നികേഷ് ദീപിക പത്രം വായിക്കാറുണ്ടോ? എഡിറ്റോറിയലുകൾ, അതുപോലെ വിശകലനങ്ങൾ, ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഒരേ ദിശയിലേക്കാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊന്നും ആരും അഡ്രസ് ചെയ്യുന്നില്ല. ആളുകൾ ഈ വളരെ പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് എനിക്കറിയാനുള്ളത്, അഡ്വക്കേറ്റ് ജയശങ്കറിലും ഒരു ഇസ്ലാമോഫോബിയ ഉണ്ടോ എന്നുള്ളതാണ്. സത്യമായിട്ടും ഇല്ല എന്നുള്ളതാണ്. ഞാൻ ഈ മുസ്ലിങ്ങളോട് വളരെ അനുഭാവമുള്ള, സഹാനുഭൂതിയുള്ള, അവരുടെ കൂടെ നിന്നിട്ട് ഈ കാര്യങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ഇവരുടെ നേതാക്കന്മാർ പോലും അത് ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല. അവിടെ പല പ്രശ്നം, അവരുടെ കഷ്ടപ്പാടും അവരുടെ ബുദ്ധിമുട്ടും അവർക്കറിയാവും. നേരെ മറിച്ച് മറുഭാഗത്ത് നിൽക്കുന്നവർ വിചാരിക്കുന്നത് ഇവർ വളരെയധികം ആനുകൂല്യങ്ങൾ നേടും, ഇവരുടെ ജനസംഖ്യ കൂടിക്കൊണ്ടേയിരിക്കും, നമ്മുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മുടെ മീൻസ് ക്രിസ്ത്യാനികളുടെ. മുസ്ലിം ലീഗ് ഒരു പ്രബല ശക്തിയായിട്ട് നിൽക്കുന്നു. UDF വീണ്ടും അധികാരത്തിൽ വന്നാൽ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം അവകാശപ്പെടും. ഇനി വരാൻ പോകുന്ന ലീഗിന്റെ ഭരണമാണ്. ലീഗിന്റെ ഭരണം എന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ ഭരണമാണ്, ഇസ്ലാമിക ഭരണമാണ്, ഖലീഫയുടെ ഭരണമാണ് എന്ന രീതിയിലുള്ളൊരു ഭീതി നമ്മുടെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനിടയിൽ പോലും. അതിപ്പോൾ ജയശങ്കർ പറയണം തോന്നിയത് എന്തുകൊണ്ടാണ്? അല്ല, ഇപ്പൊ നികേഷ് ഇത് ചോദിച്ചുകൊണ്ടാണ്. ഈ 45 വയസ്സ് കഴിഞ്ഞവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു വികാരം ശക്തിപ്പെട്ട് വരുന്നില്ല എന്ന് വെച്ചാൽ 45 വയസ്സ് കഴിയാത്തവരുടെ ഇടയിലും ഈ വികാരമുണ്ട് എന്ന് മാത്രമല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ അത് ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമല്ല, അത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഇടയിലും ഉണ്ടാകുന്നുണ്ട്. അർത്ഥം മനസ്സിലായത് അതിനെങ്ങനെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ കാരണമാകുന്നത് എന്നുള്ളതാണ്. ഞാനതിന് കാരണമല്ല, RSSകാരുടെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ജയശങ്കറിന് അതിനോടൊരു അനുഭവം ഉണ്ടോ എന്നുള്ള തോന്നൽ പൊതുവേ താങ്കളുടെ വിമർശകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അല്ല, എന്റെ വിമർശകരല്ല, എന്നെ പുലഭ്യം പറയുന്നവരുടെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ ഏത് ഞാനൊന്ന് പറയട്ടെ, നികേഷിനോട് ഞാൻ ഒരു ചെറിയ കാര്യം പറയട്ടെ. ഇന്നലത്തെ ചന്ദ്രിക പത്രത്തിൽ
ഈ ഷംസീർ ഇറങ്ങിപ്പോയതിനെ കുറിച്ച് വലിയൊരു വിശകലന ലേഖനം ചന്ദ്രികയുടെ എഡിറ്റോറിയൽ പേജിലുണ്ട്. ചന്ദ്രിക പത്രത്തിൽ വന്നപ്പോൾ പിന്നെ അതിന് വേറെ വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. ഇപ്പം ഞാൻ സംഘപരിവാർകാരനാണെങ്കിൽ പ്രത്യേകിച്ച് ഷംസീറാണ് ഇറങ്ങിപ്പോയത്, ചന്ദ്രിക ആരുടെ ഭാഗത്ത് നിൽക്കണം? സംഗതി വളരെ വ്യക്തമാണ്. ആ മുസ്ലിം ലീഗുകാർക്ക് ആർക്കും ഒരു സംശയമില്ല. ഏത് വിഷയം വരുമ്പോഴും അഡ്വക്കേറ്റ് ജയശങ്കർ അതിനെ ജാതിയും മതവും കണ്ട് വിലയിരുത്തുന്നതിനെ കുറിച്ച് പണ്ട് തൊട്ടേ ആളുകൾ പറഞ്ഞിരുന്നു. അതൊരു വിമർശനമാണോ എന്ന് ചോദിച്ചാൽ അത് വിമർശനമായിട്ട് കാണേണ്ടതില്ല. പക്ഷെ എന്തുകൊണ്ടാണ് താങ്കൾക്ക് അങ്ങനെ വേണ്ടി വരുന്നത്? അല്ല, അത് അതിൻ്റെ അകത്തൊരു സംഗതിയുണ്ട്. ജാതി, മതത്തേക്കാൾ ഉപരിയായിട്ട് ജാതി എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ, സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് നമ്മൾ നിഷേധിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഈ ജാതി എന്ന് പറഞ്ഞ ഫാക്ടറിനെ ഇന്ത്യയിലെ രണ്ട് നേതാക്കന്മാർ മാത്രമേ അഡ്രസ്സ് ചെയ്തുള്ളൂ. ഒന്ന് ഡോക്ടർ അംബേദ്കറാണ്, മറ്റ് റാം മനോഹർ ലോഹിയാണ്. ഈ ഒരു യാഥാർത്ഥ്യത്തെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാകട്ടെ കോൺഗ്രസ് ആവട്ടെ ഒരിക്കലും അഭിസംബോധന ചെയ്തിട്ടില്ല. സത്യത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജാതി. കമ്മ്യൂണിസമൊക്കെ തന്നെ ഇവിടെ അതേ രീതിയിൽ വിജയിക്കാത്തതിൻ്റെ ഒരു കാരണം, രണ്ട് കാരണം പ്രധാനമായിട്ടും. ഒന്ന്, ഇതിൻ്റെ നേതാക്കന്മാരെല്ലാവരും തന്നെ സവർണ ശ്രേണിയിൽ നിന്ന് വരുന്നവരായിരുന്നു. PC ജോഷി ആണെങ്കിലും അജയ് ഘോഷ് ആണെങ്കിലും രണദീപ് ആണെങ്കിലും അധികാരിയാണെങ്കിലും ജ്യോതി ബസു ആണെങ്കിലും നമ്പൂരിപ്പാടാണെങ്കിലും AKG ആണെങ്കിലും ഒക്കെ സവർണ വിഭാഗത്തിൽ നിന്ന് വന്നവരാണ്. അവർക്ക് സാധാരണക്കാരുടെ അല്ലെങ്കിൽ കീഴാള വിഭാഗക്കാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ ഈ ജാതിയെ പൂർണ്ണമായിട്ടും നിരാകരിച്ചു. പിന്നെ രണ്ടാമത്, ഈ മാർക്സിൻ്റെയും ലെനിൻ്റെയും എംഗൽസിൻ്റെയും തിയറി അതേപടി ഇവിടെ നടപ്പാക്കാൻ പറ്റുകയില്ല. കാരണം ഇവിടെ ചൂഷകരും ചൂഷിതരും മാത്രമല്ല ഉള്ളത്, കീഴാളരും മേലാളരും ഉണ്ട്. സാമ്പത്തികമായ വിഭജനത്തെക്കാൾ ഉപരിയായിട്ട് സാമുദായികമായ വിഭജനമുണ്ട്. ആ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ഇത് എന്തുകൊണ്ട് പറ്റില്ല എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ എന്താ ബുക്ക് വെച്ചിട്ടാണ് പഠിച്ചത്. ഏത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചു, അതിൽ ജാതിയെ പറ്റി പറഞ്ഞിട്ടില്ല. മൂലധനം വായിച്ചു, അതിലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ജാതി എന്നുള്ളത് ഒരു വളരെ പ്രബലമായ ഘടകമാണ്. അതാർക്കും നിഷേധിക്കാൻ പറ്റുകയില്ല. നമ്മൾ ഈ BJPയെ എതിർക്കുന്നവർ പലരും BJPയെ അന്ധമായിട്ട് എതിർക്കുന്നവരാണ്. സത്യത്തിൽ BJPയെ എതിർക്കേണ്ട സ്ഥലത്ത് ഇവർ എതിർക്കുന്നത്. അന്ധമായി എതിർത്തിട്ട് ആരെയും നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. BJP എന്ന് പറയുന്നത് ഒരു വലിയ ഫാസിസ്റ്റ് ശക്തിയാണ്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? പിന്നില്ലേ, അതിലെന്താ സംശയമുള്ളത്? പക്ഷേ BJPയെ ഉയർത്തുന്ന വെല്ലുവിളി, മെമ്പർഷിപ്പ് വന്നതിലേക്കൊന്നും അഡ്വക്കേറ്റ് ജയശങ്കർ പോകില്ല 100% ഉറപ്പാണ്. 101% ഉറപ്പാണ്. അതിലെന്താ സംശയമുള്ളത്? നിങ്ങൾക്ക് എങ്ങനെ ഈ ചോദ്യം ചോദിക്കാൻ ധൈര്യം ഒന്നും തന്നെ എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഞാനിപ്പോ ഈ ചർച്ചയിലല്ല ഞാൻ പറഞ്ഞു, BJP എങ്ങനെ ഈ രാജ്യത്ത് ശക്തിപ്പെട്ടു, എങ്ങനെ ഇതിന്റെ അധികാരം പിടിച്ചെടുത്തു, ഇന്ന് ശരിക്കും ഇതിനെക്കുറിച്ച് ഒരാലോചന ഇവിടുത്തെ ഈ സോക്കോൾഡ് ബുദ്ധിജീവികൾ ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ച കാര്യമല്ല. 100 കൊല്ലം കൊണ്ട് RSS എന്ന് പറഞ്ഞ സംഘടന ഈ രീതിയിൽ ശക്തിപ്പെട്ടു. 100 കൊല്ലമായില്ല, 95 25 ആകുമ്പോഴാവും. അതിന് ആദ്യത്തെ കുറെ കൊല്ലങ്ങളൊക്കെ മിക്കവാറും അപ്രസക്തമാണ്. ഒരു സന്നദ്ധ സംഘടനയായിട്ടാണ് ഇത് വരുന്നത്. ഒരു ഭാഗത്ത് BJP ശക്തിപ്പെടുമ്പോൾ തന്നെ മറുഭാഗത്ത് കോൺഗ്രസ് ശിഥിലമാകും. ഇന്ന് പിടിച്ചാൽ കിട്ടാത്ത നിലയിലെത്തിയത് 10 കൊല്ലം കൊണ്ടാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വ്യവസായികളുടെ പിന്തുണ. കാരണം അവരുടെ കാര്യങ്ങൾ BJP ആണെങ്കിൽ കൃത്യമായിട്ട് നടക്കും. കോൺഗ്രസിലാണെങ്കിൽ ഓരോ നേതാവിനും കൈക്കൂലി കാര്യം നടക്കും. ഇത് ഏകജാലക സംവിധാനമാണ്. ഒരു സ്ഥലത്ത് പേയ്മെന്റ് നടത്തിയാൽ മറ്റേ സ്ഥലത്ത് കാര്യം നടക്കും. അതാണ് അതിൻ്റെ ഗുണം. അതനുസരിച്ച് പണമുണ്ട്. RSSന്റെ സംഘടനാ സംവിധാനമുണ്ട്. അവർ ദുരുപയോഗം ചെയ്യുന്നത് തീവ്ര ദേശീയതയാണ് ഈ ഫാസിസത്തിന്റെ അടിസ്ഥാനം, മതമല്ല. ഈ മുസോളിനി ആളുകളെ സംഘടിപ്പിക്കുന്നതിന് ഇറ്റലി വലിയ ഒരു രാഷ്ട്രീയ ശക്തിയാണ്. ഇറ്റാലിയൻസ് എന്ന് പറഞ്ഞാൽ വലിയ രാഷ്ട്രം. ഈ മരം, രാഷ്ട്രത്തെ ഒരു വൃക്ഷത്തോടാണ് കമ്പയർ ചെയ്യുന്നത്. ഒരു വൃക്ഷമാണ് രാഷ്ട്രം. വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഇലകളാണ്. ഇലകൾ കൊഴിഞ്ഞു പോകും, പക്ഷേ വൃക്ഷം നിലനിൽക്കും. ഈ രീതിയിലുള്ള ഒരു ഇൻഡോക്ട്രിനേഷനാണ്. അപ്പോൾ ഈ ഓരോ കേൾക്കുന്നവർക്കൊക്കെ രോമാഞ്ചം. നമ്മുടെ മാതൃരാജ്യമായി ഇറ്റലി, അവർ മറ്റേ പൈറ്റ് പൈപ്പറുടെ വായിച്ചിട്ടില്ലേ, അതുപോലെ ഇയാളുടെ പുറകെ പോയി വലിയ വിനാശത്തിൽ ചെന്ന് അവസാനിച്ചു. ഇതാണ് ഈ ഫാസിസം നാസിസം എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുടെ അടിസ്ഥാന തത്വം. ഇതാണ് അതേ സിദ്ധാന്തമാണ് ഇവർ ഭാരതീയത. ഈ മറ്റേ എന്താണ് പുരാണത്തിൽ പറഞ്ഞുള്ള ആഗ്നേയാസ്ത്രമാണ് ആറ്റം ബോംബ്. പുഷ്പക വിമാനത്തിൽ ഇതിന്റെ മാതൃകയിൽ നിന്നാണ് റൈറ്റ് ബ്രദേഴ്സ് വിമാനം കണ്ടുപിടിച്ചതെന്നൊക്കെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ആളുണ്ട്, സാധുക്കൾ. പക്ഷേ ഈ തീവ്ര ദേശീയത ആളിക്കത്തി മതത്തേക്കാൾ ഉപരിയായിട്ട് ദേശീയതയാണ്. ഇന്ത്യ എന്ന വികാരം ഉണ്ടാവേണ്ടെന്നല്ലാണ്. പക്ഷെ ആ വികാരം കറക്റ്റ് സമയത്ത് അവർക്ക് കത്തിക്കാൻ അറിയാം. ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞു, പിന്നീട് വിപക്ഷമുക്ത ഭാരതം എന്ന് പറഞ്ഞു. BJP കൃത്യമായി ഇന്ത്യയിലൊരു ഏകാധിപത്യ പ്രവണതയായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു വിലയിരുത്തൽ എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ.
ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്താണ്? കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്താൻ. അങ്ങനെ ഒരു ഘട്ടത്തിൽ പോലും അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ നിരീക്ഷണത്തിൽ എപ്പോഴും ഒരു പിണറായി വിരുദ്ധതയുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ CPM ഇപ്പോൾ പെട്ടെന്നുള്ള കാരണമായിട്ട് അതിനെ അങ്ങനെ എത്തിയിട്ടുണ്ട്. അതിന് ശരിതെറ്റുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ഒരു അപകടാവസ്ഥ ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും എന്തുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നില്ല? ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പക്ഷേ നികേഷ്, ഞാനൊരു ചോദ്യം തിരിച്ചു വയ്ക്കാം. ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് കേന്ദ്രത്തിൻ്റെ ഒരു ആവശ്യമാണെന്ന് വിചാരിക്കാം. വാദത്തിന് വേണ്ടി സംഭവിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരെയായിരിക്കും? ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്താൽ BJP യുടെ അധികാരം പിടിക്കും. K. സുരേന്ദ്രൻ അല്ലെങ്കിൽ കുമ്മനം രാജശേഖരൻ കേരള മുഖ്യമന്ത്രി ആവുന്നത് നികേഷ് തോന്നുന്നുണ്ടോ? തോന്നല്ലോ. അല്ല, ഞാൻ പറയും ഒരു സാധ്യതയില്ലല്ലോ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചോദ്യം അല്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ BJP വളരുമെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. കുറെ കൂടി BJP വളരുകയും കുറെ കൂടെ നല്ല സംഘടനാ സംവിധാനം ഉണ്ടാവുകയും ചെയ്താൽ ഈ കോൺഗ്രസിൽ നിന്ന് ആളെ കൊണ്ടുപോകാൻ BJPക്ക് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. അല്ല, ഞാൻ പറയട്ടെ. അപ്പൊ അങ്ങനെ ഒരു ഡിസിൻറ്റഗ്രേഷൻ BJP ആഗ്രഹിക്കുന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിൽ നിന്ന് ആളെ കൊണ്ടുപോയി BJP വളരുക എന്നുള്ളത് വളരെ ചെറിയൊരു പാർട്ട് വരെ വളരും. ഇപ്പോഴും കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവർക്കൊരു ലീഡർഷിപ്പിലേക്കുള്ള ആളുകളായില്ല. ഇപ്പൊ നമ്മൾ കാണുന്ന K. സുരേന്ദ്രൻ അടക്കമുള്ളവർ രണ്ടാം നിര എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മുഖ്യധാരയിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടുപോകണമെങ്കിൽ നല്ല ലീഡർഷിപ്പിന് ആവശ്യമില്ലേ? 5 പേരെ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള അദ്ദേഹത്തിന്റെ ടെന്യൂർ കാലഘട്ടത്തിൽ പറഞ്ഞത് ചില ആളുകളെ കൃത്യമായി ലക്ഷ്യമിട്ടുകൊണ്ടാണ്. ആ സമയത്ത് നടന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ BJPയോ അമിത്ഷായോ കുറച്ച് കാണുന്നതിൽ കഥയില്ല. പലപ്പോഴും കുറച്ച് കണ്ടുകൊണ്ടാണ് പല അപകടങ്ങളും ഉണ്ടായത്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഇന്നത്തെ നിലയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ താഴെ ഇറക്കേണ്ടത് കേന്ദ്രത്തിൻ്റെ ആവശ്യമാണെങ്കിൽ ഇവിടെ അടുത്ത തെരഞ്ഞെടുപ്പ് നടന്നാൽ ജയിക്കാൻ പോകുന്ന കോൺഗ്രസ് ആണല്ലോ, UDF ആണല്ലോ. രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ KC വേണുഗോപാലോ മുല്ലപ്പള്ളി രാമചന്ദ്രനോ ഉമ്മൻചാണ്ടി തന്നെയോ മുഖ്യമന്ത്രിയായിട്ട് കോൺഗ്രസിന്റെ സർക്കാർ. BJPക്കാർ ഒരിക്കലും വരരുന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസിന്റെ സർക്കാർ. BJPയുടെ ഒരു അധീശത്വം ഉണ്ടായതിനു ശേഷം കേരളത്തിൽ കോൺഗ്രസ് കൃത്യമായി ഭരിച്ചിട്ട് ഇപ്പൊ 2014 ശേഷമാണ് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോകുന്നത്. 2014 മുതൽ 2016 വരെയുള്ള കാലത്ത് BJPക്ക് അങ്ങനെ ഒരു അധീശത്വം ഉണ്ടെന്നല്ല. ഈ 2019 അധികാരത്തിൽ വന്നതിന് ശേഷമാണ് BJP ഭയങ്കരമായ രീതിയിൽ ഗവർണർമാരുടെ ഓഫീസ് ഉപയോഗിക്കുന്നു, കോടതികൾ ഉപയോഗിക്കുന്നു, പണം വലിയ നിലയിൽ ഒഴുക്കുന്നു, അങ്ങനെ MLA മാരെ പിടിക്കുന്നു. ഇപ്പൊ 2019 ശേഷം കേരളത്തിലാണ് ഒരു കോൺഗ്രസ് ഗവൺമെന്റ് എങ്കിൽ ഈ ഘട്ടത്തിൽ ഇങ്ങനെ കേന്ദ്ര സർക്കാർ അവരുടെ ഏജൻസികളെ ഇவ்விധം ഉപയോഗിക്കുന്നത് ഒരു UDF സർക്കാരിലായിരുന്നുവെങ്കിൽ ഇപ്പൊ എത്ര പേര് ഇപ്പം BJPയിൽ പോയിട്ടുണ്ടാവും എന്ന് ജയശങ്കർ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതിപ്പോ LDF സർക്കാർ ആയതുകൊണ്ടും LDF മന്ത്രിമാരായതുകൊണ്ടും അവരെ കൂടുമാറ്റാൻ കഴിയുന്നില്ല എന്നല്ലേ ഉള്ളൂ. അല്ല, കൂടുമാറ്റാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പൊ ഈ മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവോ ഒരു അബ്ദുള്ള കുട്ടിയോ അല്ലാതെ ആരും അങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പോകാനും സാധ്യതയില്ല. പിണറായി സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നില്ല എന്ന വിശ്വാസം താങ്കൾക്കുണ്ടോ? അല്ല, പിണറായി സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ തീർച്ചയായിട്ടും കേന്ദ്രം ശ്രമിക്കും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതല്ല. സ്വർണം കടത്തിയത് കേന്ദ്രത്തിന്റെ താല്പര്യപ്രകാരമാണോ? അല്ല. ഈ സ്പ്രിംഗ്ലർ മുതലായ സകല തട്ടിപ്പുകൾ നടത്തിയത് കേന്ദ്രം പറഞ്ഞിട്ടാണ്. സ്പ്രിംഗ്ലർ തുടങ്ങിയ വീഴ്ചകൾ ഉണ്ടെന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ അതൊക്കെ ഉപയോഗപ്പെടുത്തി ഒരു വിശാലമായ സ്വർണ്ണക്കടത്തിപ്പ് നടത്തുന്നതിനും സംസ്ഥാന സർക്കാരുമായിട്ട് എന്ത് ബന്ധം? അല്ല, ഞാൻ പറഞ്ഞത് സ്വർണ്ണക്കടത്ത് സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല. മാത്രമല്ല CPM-കാരും തന്നെ ഇതുവരെ പ്രതികളായിട്ടില്ല. ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായി അതിൻ്റെ ഒരു ദൂഷിത വലയുണ്ട്. അതിൽപ്പെട്ട ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി, അതെല്ലാം എല്ലായിടത്തും ഉണ്ടാവും അല്ലേ? നമ്മളിപ്പോൾ ഒരു ഓഫീസ് നടത്തുമ്പോൾ അതിനകത്ത് ഒരാൾക്ക് വേറൊരു ടേസ്റ്റ് ഉണ്ടാവും. ഒരു പെണ്ണുമായിട്ടുള്ള താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വേറൊരു താല്പര്യം ഉണ്ടാവും. അത് മാത്രമല്ല, നികേഷ് പറഞ്ഞേക്കാളും ലളിതമാണ് ഇതിന്റെ വിഷയം. എപ്പോഴും അധികാര സ്ഥാനങ്ങളോട് അടുത്ത് നിൽക്കുന്ന ആളുകളുടെ അടുത്ത് ഇതുപോലുള്ള തട്ടിപ്പുകാർ വന്നു കൂടും. ഇതിപ്പോ LDF സർക്കാർ ആയതുകൊണ്ടാണ് ഇതിന്റെ കലാമിറ്റി ഇത്രയും കുറഞ്ഞത്. UAE കോൺസുലേറ്റ് തുടങ്ങിയത് UDF സർക്കാരിന്റെ കാലത്തായിരുന്നു എന്ന് വിചാരിക്കാം. കോൺഗ്രസിന്റെ, മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിൽ വലിയൊരു വിഭാഗം ആളുകൾ ഈ നിഗൂഢ സംഘത്തിൽ അംഗങ്ങളാകുമായിരുന്നു. എന്ന് മാത്രമല്ല, ഒരാൾക്ക് ഒരു പെണ്ണിനെ കിട്ടിയാൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന പരിപാടി വരെ ഉണ്ട്. ഈ പറയുന്ന മന്ത്രിമാർക്കടക്കം പല പരിപാടികളും ഉണ്ട്. നമ്മളൊക്കെ വഷളാക്കേണ്ട ആവശ്യമില്ല. അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് എന്താണ്? നോക്കൂ, BJPയുടെ ഭാഗത്ത് നിന്ന് ഈ സർക്കാരിനെ എന്നല്ല, ഇന്ത്യയിലെ പ്രതിപക്ഷ സർക്കാരുകളെ ആകെ
അസ്ഥിരപ്പെടുത്താനുള്ള ഒരു ശ്രമം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഇനി ജയശങ്കർ പറഞ്ഞാൽ പോലും ഞാൻ അംഗീകരിക്കില്ല. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. കോൺഗ്രസ് സർക്കാരുകളായാലും മറ്റു അല്ലെങ്കിൽ പിന്നെ അവരുടെ വാലാട്ടികളായിരിക്കണം. ഇപ്പോൾ ബിജു ജനതാദൾ പോലുള്ള ആളുകളായിരിക്കണം. അതല്ലാത്ത ബാക്കി എല്ലാ സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള റോളിൽ നിന്നുകൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത്, ഞാനൊരു ഡബിൾസ് അഡ്വക്കേറ്റ് എന്നാവുകയാണ്, ഒരു റോളിൽ നിന്നുകൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ എന്താ ചെയ്യുന്നത്? ഈ ഒരു പിണറായി വിരോധം മുൻനിർത്തി സർക്കാരിനെ മാത്രം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. മറുപക്ഷത്ത് സംഘപരിവാറിന്റെ ഈ ഫാഷിസ്റ്റ് നീക്കൊണ്ട് അത് ജയശങ്കർ കാണുന്നില്ല. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വളരെ കൺസേൺഡാണ്. BJP-ക്കാർ നടത്തുന്ന യഥാർത്ഥമായ പല വേലത്തരങ്ങളുണ്ട്, അതിനെക്കുറിച്ച് കൺസേൺഡാണ്. പക്ഷേ അത് നമ്മുടെ പൊതുസമൂഹത്തിൽ ചർച്ചയേ ആകുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ്, ഇപ്പം ഗെഹ്ലോട്ടിൻ്റെ ഗവൺമെൻറ് നമുക്ക് പറയാം, അതുപോലെ ഇടതുപക്ഷം, കേരളത്തിലെ ഇടതുപക്ഷം പറയാം, ഇവരെയൊക്കെ നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ ഈ ഉപദ്രവിക്കുന്നവരുടെ കൂടെയാണോ ഉപദ്രവിക്കപ്പെടുന്നവരുടെ കൂടെയാണോ എന്ന് വെച്ചാൽ നമുക്ക് അഴിമതിയെ അംഗീകരിക്കേണ്ട. പക്ഷെ അതിൻ്റെ ഒരു വിശാലമായിട്ടുള്ളൊരു ആംഗിൾ, വിശാലമായിട്ടുള്ള പ്രശ്നം അവിടെ ഉണ്ട്. അഖിലേന്ത്യാ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഞാൻ കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. കോൺഗ്രസ് നിലനിൽക്കേണ്ടത് ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ്. ഞാൻ നിങ്ങളുടെ ഈ ഫ്ലോറിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടില്ലേ, ഇന്ത്യയിൽ നമുക്ക് CPI ഇല്ലെങ്കിലും CPM ഇല്ലെങ്കിലും തെലുങ്ക് ദേശം ഇല്ലെങ്കിലും DMK ഇല്ലെങ്കിലും ഇന്ത്യ നിലനിൽക്കും. കോൺഗ്രസ് ഇല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സ്ഥിതി വലിയ കഷ്ടത്തിലാവും. കാരണം ഒരു സെൻട്രിസ്റ്റ് പാർട്ടി എന്നല്ല ഉപരി ഇന്ത്യയെ പ്രതികരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇതിൻ്റെ ഒരു ആകത്തുക എങ്ങനെ വിശകലനം ചെയ്യും? നോക്കൂ, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു സംഘപരിവാർ സർക്കാർ കേരളം അടക്കമുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ ദ്രോഹിക്കുമ്പോൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിനെതിരെ പ്രതിരോധമുയർത്തുന്നത്. ഇപ്പം പ്രകടമായ രീതിയിൽ അവർ പ്രത്യക്ഷ സമരത്തിലേക്കും പോയല്ലോ. അവിടെ ജയശങ്കറിൻ്റെ പൊളിറ്റിക്സ് ഇത് വെറും കേരളത്തിലെ അഴിമതി എന്നുള്ള നിലയിൽ മാത്രമാണ് കാണുന്നത്, അല്ലേ? അതല്ലാതെ സംഘപരിവാർ അതിനെ അതിക്രമിച്ച് കീഴടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു വീക്ഷണം അങ്ങേക്കില്ല. ഞാൻ ആ രീതിയിൽ വിചാരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ കോൺഗ്രസ് അല്ലേ ബലപ്പെടുക, മുസ്ലിം ലീഗല്ലേ തിരിച്ചു വരിക അധികാരത്തിൽ? ഇവര് കേന്ദ്ര സർക്കാർ ഇടപെട്ട് കേരള സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്നു. താത്വികമായിട്ട് ശരിയാണ്, പക്ഷെ പ്രായോഗികമായിട്ട് അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? സത്യത്തിൽ BJP-ക്കാരെ കേരളം പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഒരു പ്രാവശ്യം കൂടി LDF-നെ ജയിപ്പിക്കണം. അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പേരിലുള്ള വേറൊരു ആക്ഷേപം ഒരു സ്ത്രീ വിരുദ്ധതയാണ്. ഈ അരുന്ധതി റോയ്ക്കെതിരെ അത് അവർ കള്ളും കുടിച്ച് നടക്കുകയാണ് എന്നുള്ളൊരു പരാമർശം താങ്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണോ അതോ? ഉണ്ടായതാണ്. ഒരാൾ കള്ളുടിക്കുന്നത് പറഞ്ഞ സ്ത്രീ വിരുദ്ധത എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. അതിപ്പോൾ കള്ളുടിക്കുന്നുള്ളത് സത്യമാണ്, ഞാനൊരു സത്യം പറഞ്ഞു എന്നുള്ളതും സത്യമാണ്. അല്ലാതെ സ്ത്രീ വിരുദ്ധത ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയില്ല. അതിലെന്താ സ്ത്രീ വിരുദ്ധത എന്ന് ഇതുവരെ ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായ സംഘടനയോടോ ഒക്കെ ഒരു ബഹിഷ്കരണം താങ്കളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നില്ല? ഒരു വിധത്തിലും ബാധിക്കില്ല. അവരുടെ ആവശ്യമില്ല. ഞാൻ ഇന്ത്യൻ പൗരനായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം, ഞാൻ അധ്വാനിച്ച് സ്വന്തം പണം കൊണ്ട് ജീവിക്കുന്നിടത്തോളം കാലം എനിക്ക് ഇവരെ ആരെയും ബഹുമാനിക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ബഹിഷ്കരിക്കുന്നവരോട് എനിക്കൊന്നും ചെയ്യാനില്ല. അവരെ എന്താ പറയാ, സഹതാപം മാത്രമേ ഉള്ളൂ. ഒന്നും പറയാനുമില്ല അവരോട്, ഒന്നും പറയാനില്ല. അവരെ ദൈവം രക്ഷിക്കട്ടെ. എന്തായാലും താങ്കളുടെ ഈ മുണ്ടിന്റെ അടിയിൽ കാക്കി ട്രൗസർ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ശരി, അഡ്വക്കേറ്റ് ജയശങ്കർ, വളരെ നന്ദി. ക്ലോസ് ആൻഡ് കൗണ്ടർ. താങ്ക് യു.